ഈ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇതെന്താ ഞാനൊരു പണിയെടുക്കാൻ പോകുന്നത് വെച്ചാൽ തക്കാളി പൊടിച്ച് നട്ടിട്ട് ഒരു കൈവളം കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി വളം ഇപ്പം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് വെച്ചാൽ ചെടി നന്നാവാനും പിന്നെ വാട്ടരോഗം ഇല്ലാണ്ടിരിക്കാനും അതിനെല്ലാം വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ ആദ്യം നട്ട് കഴിഞ്ഞാൽ ഞാൻ അന്നേരം പറഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ ഓരോന്നിന് ഇന്ന പോലെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ മരുന്നുകളും ഓരോ വളങ്ങളും കൊടുക്കുന്നത് ഞാൻ കാണിച്ചു. ഇത് പീടി ഇന്നിപ്പോൾ എന്തെല്ലാന്ന് കാണിക്കുന്നത് വെച്ചാൽ ഇത് ഉലുവ പൊതിർത്ത് വെച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇത് ഉലുവ പൊതിർത്ത് വെച്ചതാണ്. ഇത് ചോറ് എത്ര പേരെ ചോറ് ഇത്ര പോരാ, പിന്നെ ചാരവും ഇതും കൂടിയാണ് ഞാനിപ്പോൾ കൊടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി വളമായത്. ഇത് നിങ്ങൾ ഈ ഉലുവ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ദ്രുത വാട്ടരോഗം കുറയും. അതാണ് കാര്യമായിട്ട്. എനിക്ക് രണ്ട് കൊല്ലമായി എനിക്കിപ്പം വാട്ടരോഗം ഇല്ലാതെ ഇത് ഇങ്ങനെ കൊടുക്കും. ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഞാൻ ഇനി അരച്ച് കൊണ്ടുവന്നിട്ട് വേണം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് ചോറാണ്, ഇത് കണ്ടില്ലേ, ഈ ചോറും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരക്കുക. കണ്ടാ, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളവും എടുക്കുക. ഞാൻ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളവും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ട് കഞ്ഞിയുടെ വെള്ളം എടുത്തിട്ട് വരട്ടെ. ഞാനിപ്പോൾ ഉലുവയും ചാരം ഒരു 100 ഉലുവയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. 100 ഉലുവയും പിന്നെ അത്ര ചോറും അതിന് കണക്കായിട്ടുള്ള ചോറും അതിന് കണക്കായിട്ടുള്ള ചാരവും കൂടിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചാരാണ്. ഇനിയിപ്പോൾ ഞാനെല്ലാം കൂടി ബക്കറ്റിൽ ഇട്ട് കലക്കട്ടെ. ഇത് ബക്കറ്റിലിട്ടേ. ഇത് കണ്ട, ഈ ചാരവും അത്ര പോലെ കഞ്ഞിവെള്ളം എടുത്തിന്. ഇത് കണ്ട, കഞ്ഞിവെള്ളം എടുത്തിന്. ഇനിയിപ്പോൾ ഇത് അരച്ചു കൊണ്ടുവന്ന് ഇത്ര പോരുണ്ട്. കണ്ട, ഇത് നല്ല കട്ടിയുള്ളതാണ്. ഇത് ഇനിയിപ്പം കുറച്ച് വെള്ളം നേർപ്പിച്ചിട്ട് ഇപ്പം ഒഴിക്കണം. എത്രയാണത്? പിന്നെ ഏകദേശം നേർങ്ങനെ ആക്കുക. അധികം വെള്ളമാക്കിയിട്ട് കാര്യമില്ല, അധികം ആക്കാനും പിന്നെ വെള്ളമാക്കാനും പാടില്ല, അധികം കൊഴുപ്പിക്കാനും പാടില്ല. ആ തോതിൽ ആക്കുക. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെയ്യണം. ഇപ്പം അതിൻ്റെ കണക്കായിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ കഴിയില്ല. ഏകദേശം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ വീടിന് കണക്കായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഉണ്ടല്ലേ, അതിന് ഉള്ളതിന് കണക്കായിട്ട് 2, 3, 4 ഈ ചാരവും കൂടി ഇടയിലിട്ടു. 5 5 ഇപ്പം 5 ഇരട്ടി വെള്ളമായി. അതിനെക്കാട്ടി 5 ഇരട്ടി വെള്ളമായി. ഇപ്പം കുറച്ചും കൂടി ഒഴിക്കാം. ആ വെണ്ണീരിൻ്റെ അകത്തുള്ള ഇതാണ് അത് വരിയിലിടുന്നത്. 6 ഒരു 10 ഇരട്ടി വെള്ളം ചേർക്കാം. 10 ഇരട്ടി വെള്ളം ചേർക്കാം. അത്രയും നമ്മൾ അരച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് ഒരു 10 ഇരട്ടി വെള്ളം നമുക്ക് ചേർക്കാൻ പറ്റും. 6 ആയി, ഇപ്പം 7 ആയി. 10 ഇരട്ടി വെള്ളം ചേർക്കാം കേട്ടോ. 8, 9 1 ലിറ്റർ കൂടി വെള്ളമില്ലേ, അതാ 10 ഇരട്ടി വെള്ളം ചേർക്കാം കേട്ടോ. ഈ അരച്ചു കൊണ്ടുവന്നതിൻ്റെ 10 ഇരട്ടി വെള്ളം നമുക്ക് ചേർക്കാൻ പറ്റും. ഇത് ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനിയിപ്പോൾ എന്താ നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. കണ്ടോ, കണ്ടില്ലേ, ഇതുപോലെ കണ്ടോ. ഇത് കണ്ടില്ലേ, ഇതേ തോതിനാവുണ്ട്. 10 ഇരട്ടി വെള്ളം ചേർത്താൽ മതി. ഇനി നിറച്ച് എടുത്തതിന് 10 പ്രാവശ്യം ഇതിൻ്റെ ഇരട്ടി വെള്ളമാക്കിയിട്ട് ചേർക്കുക. ഇനിയിപ്പോൾ ഇതെന്താ വേണ്ടത് വെച്ചാൽ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കാനുള്ള തക്കാളിക്ക് ഇതിനുള്ളിനെല്ലാം ഒഴിച്ചു കൊടുക്കാമല്ലോ. എന്നാൽ എന്ന് വെച്ചാൽ ഈ വാട്ടരോഗം അല്ലെങ്കിൽ കായ് വണ്ണം വെക്കാനും പിന്നെ എല്ലാറ്റിനും നല്ലതാണ്. മരുന്ന് അണുക്കളും പിന്നെ പ്രാണികളും എല്ലാവരും നല്ലതാണ്. ഈ ഉലുവ ഉള്ളത് കൊണ്ടുണ്ടല്ലോ, കയ്പ്പുള്ളത് കൊണ്ടുണ്ടല്ലോ, അധികം പ്രാണികൾ അങ്ങനെ ശല്യപ്പെടുത്തൂല. ഇതിൻ്റെ കയ്പ്പ് വരുമ്പോൾ ഇത് നമുക്ക് ഈ ഉലുവ കൊണ്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഉലുവ എടുത്തിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പം അടിച്ചു കൊടുത്തിട്ടുള്ള പ്രശ്നമില്ല.
നമുക്കിപ്പോൾ ഇതിന് വളം കൊടുക്കാനാണ് ഞാനിതിപ്പം ആക്കിയിട്ടുള്ളത്. ഈ അടിയിൽ വേരിന് വരുന്ന ഇതിൻ്റെ ഉള്ളിൽ വരുന്നതിനെല്ലാം നല്ലതാണ്. അധികം പ്രാണികൾ കയറി വരില്ല. ഉണ്ടല്ലേ ഇതേപോലെ. ഇനിയിപ്പോൾ ഞാൻ ഇത് നമുക്ക് കൊടുക്കാമല്ലോ. ഇതിന് തക്കാളിക്ക് കൊടുക്കുന്ന കാണിച്ചു തരാമല്ലോ. ചായി ഇതാണ് തക്കാളി. കണ്ടാ തക്കാളി വാട്ടരോഗം വന്നു പോയിനെ പിന്നെ നമുക്ക് രക്ഷയില്ല, ഒന്നും കിട്ടൂല. അതുകൊണ്ട് നമുക്കിത് കൊടുക്കാം. കണ്ടില്ലേ ഇതിപ്പോൾ തക്കാളിയാ. കണ്ടാ ഈ പാളയിൽ നട്ട തക്കാളിയാ ഇത്. കണ്ടില്ലേ ഇതാ. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഒരു അരപ്പാട്ട തന്നെ കൊടുക്കുക. അതിന് പാകത്തിന് കൊഴിച്ച് കൊടുക്കുക. ഇതുണ്ട് അതാ തക്കാളിയായി. ഇതിൻ്റെ വലിയ തക്കാളി ഇല്ലതുകൊണ്ട് കാണുന്നില്ല. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. കണ്ടാ ഇതങ്ങ് ഇതിൻ്റെ അകത്തുള്ള ഈ അടിയിലുള്ള കേടുകളെല്ലാം പോകും. വേരിന് വരുന്ന വാട്ടരോഗമെല്ലാം പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടാ ഇതിൽ ഇനി ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടാണ് നല്ലൊരു അടിപൊളിയായിട്ട് പിന്നെ തക്കാളി ഇപ്രാവശ്യം നല്ലോണം തക്കാളി ഇട്ട് നല്ല വണ്ണം വെക്കും. ഇനി കായ് വണ്ണം വെക്കും, പൂക്കും, നല്ലപോലെ പൂക്കും. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഇന്ന് ആക്കി കൊടുത്തത്. ഇത് രാവിലെ വാടിപ്പോയി. നോക്കാം അത് ചെയ്യിക്കുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് കളയാം. ഉണ്ടല്ലേ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു വളമാണ്. നിങ്ങൾ പ്രയോഗിച്ച് നോക്കിക്കോ. വാട്ടരോഗത്തിന് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ വാട്ടരോഗം നിങ്ങൾക്ക് ഇല്ലാതെ ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ വളം കൊടുക്കുന്നത്. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നല്ല വിളവ് നമുക്ക് എടുക്കാൻ കഴിയും. അതുകൊണ്ട് വിളവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ വേണ്ടി സപ്പോർട്ട് തരണം. നിങ്ങൾക്ക് ഞാൻ എന്നാലേ എനിക്ക് എന്നും നിങ്ങളാ നല്ലൊരു എന്നും നാളെയും എനിക്ക് വീഡിയോ കൊടുത്തരാനും ചെയ്യാനും എനിക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ എനിക്കത് ചെയ്യാനും ഭയങ്കര താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും അടിക്കുക, ഹൈപ്പ് അടിക്കുക. പിന്നെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ് വേണ്ടത്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.